ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ പ്രാക്ടീസിനായിട്ട് കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം നേരെ ഹാളിലേക്ക് പോകാമെന്നാണ് നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് RDRൽ വുമൺ സെല്ലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ ഡാൻസും പാട്ടും ഒക്കെ ഞങ്ങൾ ഓൾ സെയിൻസ് കോളേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പാട്ടുണ്ട്, ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെ സൗപർണികയുടെ വീട്ടിലെത്തി. ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ കോലം. വീട്ടിലെത്തി ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് പെട്ടെന്ന് എണീറ്റ് റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനാണ് ഗായ്സ് ഫസ്റ്റ് റെഡിയായി തീർന്നത്. എനിക്ക് അധികം പുട്ടിയുടെ ആവശ്യം വന്നില്ല. നല്ല രീതിക്ക് എന്നാലും ഞാൻ ഒന്ന് സെറ്റായിട്ട് ഇറങ്ങി. ബാക്കി എല്ലാവരും അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളിവിടെ തലയ്ക്ക് പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ ഈ സാധനം എടുത്ത് ഈ കണ്ണിന്റെ മണ്ടയ്ക്ക് ഐലാഷ് ആണെന്നും പറഞ്ഞ് ഇടാൻ പോയി ഗൈസ്. അപ്പോൾ ഇവൾ ഓടി വന്ന് പറഞ്ഞു, ചേച്ചി അത് ഐലാഷ് അല്ല, അത് ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിനും പ്രൊഡക്റ്റുകൾ ഉണ്ട്. സൗപർണിക ഈ കോലത്തിലാണ് റെഡി ആയിരിക്കുന്നത്. എന്നാലും കൊള്ളാം. ചെങ്കല്ല് അവിടെ നേരത്തെ റെഡിയായി കസേരയിൽ ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. താഴെ പോയി സൗപർണികയുടെ ഫ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ മുട്ടായി കിട്ടും. കുറെ മുട്ടായും ജ്യൂസും ലേസും എല്ലാം. നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫ്രിഡ്ജില്ലേ, അതുപോലൊരു ഫ്രിഡ്ജാണ് സൗപർണികയുടെ വീട്ടിലെ ഫ്രിഡ്ജ്. പിന്നെ ഒറ്റ ഇതേ ഉള്ളൂ, ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതിന്റെ വലുതൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സാധനം വിട്ടത്. ഇതെന്താണെന്നറിയാമോ ഗൈസ്? ഇതാണ് കശുവണ്ടി. അപ്പോൾ ഇത് അവിടെ കുറെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊന്നും പഴുത്തില്ല എന്നാണ് സൗപർണിക പറഞ്ഞത്. എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പിന്നെ സൗപുവിന്റെ അച്ഛൻ ഫ്ലൂട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇതൊക്കെയാണ് ആ ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഹാളിലെത്തി. റെസ്റ്റ് റൂമിൽ നിന്ന് കുറച്ചു നേരം ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് ഹാളിലേക്ക് എത്തി. അവിടുന്ന് ഞങ്ങൾക്ക് ചായയും വാഴയ്ക്കാപ്പവും കിട്ടി. പിന്നെ ഞാൻ കല്ലൂന്റെ പരിപ്പുവടയും കൂടെ കഴിച്ചു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ കാഴ്ചപ്പെട്ടത്. ഇവരെ കാണാൻ മറ്റേ ഈ കരിമ്പൂച്ചകൾ ഒക്കെ ഇല്ലേ, പൂച്ചകളുടെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവരെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ കുറേ നേരം നോക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2 പാട്ടുണ്ടായിരുന്നു. ഒന്ന് രോഹിണിയുടെ കൂടെ ഉള്ള ഒരു ഡ്യുവറ്റും പിന്നെ സോളോ സോങ്ങും. രോഹിണി അടിപൊളിയായിട്ട് വായിച്ചു തന്നു, ഫ്ലൂട്ട് വായിച്ചു. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പാടി. ഈ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരുന്ന രീതിക്കുള്ള ഇതായിരുന്നു. ഇത് MG കോളേജുകാർ ചെയ്തതായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കണ്ട് ഈ മിനുങ്ങുന്ന ലൈറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോയി. ഞാൻ റിയയും കൂടെ പോയിട്ട് ഐസ്ക്രീം പറഞ്ഞു. അവളൊരു സ്ട്രോബെറിയും ഞാൻ ഒരു ടെൻഡർ കോക്കനട്ടും പറഞ്ഞ് ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ടാറ്റ പറഞ്ഞു ഗൈസ്. ബൈ.